എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ പറയുന്നത്, കുറച്ച് നാളായി നമ്മൾ വീണ്ടും വീഡിയോകളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോകളൊക്കെ ചെയ്യുന്നുള്ളൂ. സമയം നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ വീഡിയോകൾ ചെയ്യാനായിട്ട് സമയമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോകൾ ആരും മിസ് ചെയ്തത്, ആഴ്ചയിൽ ഒരു ദിവസം ഒരു വീഡിയോ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കാണാം, അതിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇന്നൊരു അടിപൊളി അലോവേര സോപ്പാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതായത് എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കുറെ ആളുകൾക്ക് ഇപ്പോഴും സോപ്പ് ഉണ്ടാക്കണതിന്റെ കുറെ ഡൗട്ടുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതും ഞാനൊന്ന് ഫുള്ളായിട്ട് അതിൽ പറഞ്ഞു തരാം, എന്തൊക്കെ ചേർക്കണം, എങ്ങനെയൊക്കെ ചേർക്കണം എന്നുള്ളത്. അതിപ്പോൾ നമുക്ക് കുറെ എന്താ പറയുക, വാട്സപ്പിലും ഫോണിലൊക്കെ ആയിട്ട് ആളുകൾ നമ്മൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞ് നല്ലൊരു വീഡിയോ ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കണ്ട് മനസ്സിലാക്കാം. അല്ലാത്തവർക്ക് ഞാൻ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയുന്ന പോലെ നമ്മൾ കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞു തരും. അപ്പോൾ ഓക്കെ, ആദ്യം തന്നെ ഞാൻ ഇതൊരു 600 ഗ്രാം ബേസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ ഇതിലേക്ക് അലോവേര എക്സ്ട്രാക്റ്റ് ആണിത്. അതുപോലെ ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഒഴിക്കുമ്പോൾ സ്മെല്ല് നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഞാൻ ഇന്ന് ലിറിലിൻ്റെ സ്മെല്ലാണ് ചേർക്കുന്നത്. അതുപോലെ ഗ്രീൻ കളറ് കൊടുക്കുന്നുണ്ട്. അലോവേര സോപ്പ് ആകുമ്പോൾ നമുക്കൊരു ഗ്രീൻ കളറാണല്ലോ. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ ചേർക്കാൻ കുഴപ്പമില്ല. നമ്മൾ പുറത്തേക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഒരു പച്ച, അല്ലെങ്കിൽ നമുക്കിത് നാച്ചുറലായിട്ട് ഈ കളർ തന്നെ ഉപയോഗിക്കാം. അങ്ങനെ ചെയ്യാം, ഈ ബേസിൻ്റെ കളർ തന്നെ ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ പാത്രങ്ങളിൽ നമ്മൾ ബേസ് കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കാം. പരമാവധി ചെറുതാക്കാൻ പറ്റുന്നത് അത്ര ചെറുതാക്കാം, അപ്പോൾ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. അപ്പോൾ നമ്മൾ അലുമിനിയം പാത്രത്തിൽ ഒരിക്കലും ഇത് മെൽറ്റ് ചെയ്യാൻ വെക്കരുത്. ഒന്നൊരു സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഇതുപോലെ പാത്രത്തിൽ നമ്മൾ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ്. അത് അലുമിനിയം പാത്രത്തിൽ വെക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഇത് തിള വരുമ്പോൾ ശ്രദ്ധിക്കുക, കൈ കാലൊക്കെ പൊള്ളിക്കാണ്ട് നല്ല കെയർ ചെയ്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇത് മെൽറ്റ് ചെയ്തെടുക്കണം. അതാണ് ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് ഇത് മെൽറ്റായി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ സ്റ്റൗവിൻ്റെ തീ കുറച്ചിട്ടതിന് ശേഷമാണ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മളിത് സോപ്പ് ബേസും എല്ലാം റെഡിയായി ഇങ്ങനെ വെച്ചതിന് ശേഷം മെൽറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ തന്നെ നമ്മുടെ സോപ്പ് എന്താ പറയുക, ഒഴിച്ച് വയ്ക്കുന്ന മോൾഡ് ഉണ്ടല്ലോ, അത് റെഡിയാക്കി വെക്കണം തുടക്കത്തിൽ തന്നെ. അന്നേരമാണ് നമ്മൾ ഇതൊക്കെ സെറ്റ് ആയതിനു ശേഷം നമുക്കത് കൊണ്ട് ഒഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് അലോവേര എക്സ്ട്രാക്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അലോവേരയുടെ ഒരു സോപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ജ്യൂസ് വെച്ച് ചെയ്യാം, നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ജ്യൂസ് വെച്ച് ചെയ്യാം, എക്സ്ട്രാക്റ്റ് വെച്ച് ചെയ്യാം, അതൊക്കെ വെച്ച് ചെയ്യാം. അപ്പോൾ നമ്മളത് 1 കിലോ ബേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ 50 ഗ്രാമോളം എക്സ്ട്രാക്റ്റ് ആയാലും ജ്യൂസ് ആയാലും നമുക്ക് ചേർത്താം ഉണ്ടാ. 1 കിലോ ബേസിലേക്ക് 50 ഗ്രാം എക്സ്ട്രാക്റ്റ് നമുക്ക് ചേർക്കാം, ജ്യൂസ് ആയാലും ചേർക്കാം. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും, അളവ്. അപ്പോൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സോപ്പ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഞാനിതിലേക്ക് അലോവേര എക്സ്ട്രാക്റ്റ് ഇതിപ്പോൾ നമ്മളൊരു 500-600 മില്ലി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 25 മില്ലിയോളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എക്സ്ട്രാക്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ജ്യൂസ് ഒഴിക്കായാലും എക്സ്ട്രാക്റ്റ് ഒഴിക്കായാലും 1 കിലോയിലേക്ക് 50 ഗ്രാമോളം ചേർത്ത് കൊടുക്കുക കേട്ടോ. സോപ്പ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അളവുകൾ കറക്റ്റാവാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സോപ്പിന് ഉറപ്പും പെട്ടെന്ന് അരിച്ചിലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അളവുകൾ കറക്റ്റായിട്ട് ചെയ്യാം ഉണ്ടാ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഗ്ലിസറിനാണ്. അത് ഓൾറെഡി നമ്മുടെ ബേസ് ഗ്ലിസറിൻ ബേസ് ആണ്. നമ്മൾ എന്നാലും ഒരു 5 ഗ്രാമോളം നമ്മൾ ഗ്ലിസറിനും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ വൈറ്റമിൻ ഇയുടെ കോൺസെൻട്രേറ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അത് നമ്മൾ ഒരു അധികം ചേർക്കണ്ട, അത് ഏകദേശം ഒരു 2 ഡ്രോപ്സ് അല്ലെങ്കിൽ 3 ഡ്രോപ്സോളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതായത് നമ്മൾ ക്യാപ്സ്യൂളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ചേർക്കുകയാണെങ്കിൽ അതൊരു കിലോയിലേക്ക് ഒരു 5 എണ്ണം 6 എണ്ണമെങ്കിലും ചേർക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് സോപ്പ് ഹൈ ക്വാളിറ്റി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചേർക്കേണ്ടത്. ഇതില്ലാണ്ടും സോപ്പ് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഈ അലോവേര എക്സ്ട്രാക്റ്റ് ഒഴിച്ച് സ്മെല്ലും കളറും കൊടുത്തു കഴിഞ്ഞാൽ സോപ്പ് ആവും. നമ്മളപ്പോൾ അതിലേക്ക് നമ്മൾ ഗ്ലിസറിൻ കുറച്ച് ആഡ് ചെയ്യുക. അതുപോലെ വൈറ്റമിൻ ഇ ഓയിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു അടിപൊളി സോപ്പ് ഉണ്ടാക്കി എടുക്കാനാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതില്ലാത്തവർ അത് ഉപയോഗിക്കേണ്ട, കുഴപ്പമില്ല. പക്ഷെ അത് ക്യാപ്സ്യൂളായിട്ട് കിട്ടും നമുക്ക് വാങ്ങിയാനായിട്ട്, അത് വാങ്ങിച്ചാലും ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കളറാണ് ആഡ് ചെയ്യാനുള്ളത്.
അപ്പോൾ നമുക്ക് ഗ്രീൻ കളർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകണം. കളർ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 ഡ്രോപ്സോളം ചേർക്കുക. അതിനനുസരിച്ച് നമുക്ക് എന്തോരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ലൈറ്റ് കളർ വേണമെന്ന് വെച്ചാൽ ലൈറ്റായിട്ട് ചേർത്ത് കൊടുക്കുക. ഡാർക്ക് ആക്കണമെങ്കിൽ ഡാർക്ക് ആക്കാം. അതൊക്കെ അവരാരും നമ്മുടെ ഓരോ ഇതാണല്ലോ, അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക ഉണ്ടാ. അപ്പോൾ ഓക്കെ, പിന്നെ സ്റ്റവ് ഓഫ് ചെയ്തു കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്തു. ഈ ചൂടുവെള്ളത്തിലാണ് ഇപ്പോൾ ഓൾറെഡി ഇതിരിക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ സോപ്പ് മോൾഡ് എന്ന് പറയുന്നത്. ഇത് 100 ഗ്രാമിൻ്റെ മോൾഡാണ്. ഇത് 75 ഗ്രാമിൻ്റെ മോൾഡ് കിട്ടും, അതുപോലെ 100 ഗ്രാമിൻ്റെ കിട്ടും. അപ്പോൾ ഇത് 100 ഗ്രാമിൻ്റെ ആണ്. ഇത് 6 സോപ്പാണ് 100 ഗ്രാമിൻ്റെ ഈ മോൾഡിലുള്ളത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഓഫ് ചെയ്ത് വെച്ചാൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇതില് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഇത് ഞാനിത് ഇവിടേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കളർ ചേർത്തതിന് ശേഷം. ഇനി പെർഫ്യൂമാണ് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത്. പെർഫ്യൂം ചേർക്കുമ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് പുറത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷം മാത്രം ഒന്ന് ടെമ്പറേച്ചർ കുറച്ചൊന്ന് കുറഞ്ഞതിന് ശേഷം മാത്രം പെർഫ്യൂം ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അത് ഈ ചൂടോട് കൂടി അതും സ്മെല്ല് നമുക്ക് കുറയും. നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ സ്മെല്ല് കുറയും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി പരമാവധി നമ്മളിത് എടുത്ത് വെച്ച് കുറച്ചൊന്ന് ഇത് പോയതിന് ശേഷം നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെർഫ്യൂമിൻ്റെ അളവ് 1 കിലോ ബേസിലേക്ക് നമുക്ക് 25 ml വേണ്ടി വരും, നല്ല സ്മെല്ല് കിട്ടണമെങ്കിൽ. എപ്പോഴും ആളുകൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ സ്മെല്ലാണ് കൂടുതൽ നമ്മുടെ കസ്റ്റമർ നമുക്ക് ചോദിക്കുന്നത്. സ്മെല്ല് കൂടുതൽ ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും. അതാണ് കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് ഇപ്പോൾ ഇതിൽ ഉണ്ടാ. സ്മെല്ലാണ് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. അപ്പോൾ അത് നമ്മൾ കുറയ്ക്കാണ്ടിരിക്കുക പരമാവധി സോപ്പ് ഉണ്ടാക്കുമ്പോൾ. സ്മെല്ല് പരമാവധി നല്ല രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഞാൻ എന്താ പറയുക, നമ്മുടെ സ്മെല്ല് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 25 ml 1 കിലോയിലേക്ക് നമുക്ക് വേണം കേട്ടോ. അപ്പോൾ അതിന് കണക്കാക്കി നമ്മൾ എന്തോരം ബേസാണ് എടുക്കുന്നത് അതിന് കണക്കാക്കി ഒഴിക്കുക. അപ്പോൾ സ്മെല്ല് കുറയ്ക്കരുത് ആരും. അത്യാവശ്യം സ്മെല്ല് തന്നെ ചേർക്കുക സോപ്പ് പുറത്തേക്ക് കൊടുക്കുമ്പോൾ. എല്ലാവർക്കും താല്പര്യം സ്മെല്ലുകളൊക്കെ ആവശ്യമാണ്. അതാണ് നമ്മുടെ കസ്റ്റമർ എല്ലാവരും പറയണത് നമ്മളോട്. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്മെല്ല് നമ്മൾ 25 ml 1 കിലോയിലേക്ക് കേട്ടോ. അപ്പോൾ അതിന് കണക്കാക്കി നമ്മളിതിപ്പോൾ ലിറിയലിൻ്റെ സ്മെല്ലാണ് ഒഴിക്കുന്നത്. നല്ല സ്മെല്ലാണ് കേട്ടോ. അത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സ്മെല്ലാണ്. ശേഷം നന്നായി മിക്സ് ചെയ്യുക. പിന്നെ വേറെ ഒന്നുമില്ല, നമുക്കിത് മിക്സ് ചെയ്ത് നമ്മുടെ മുകളിലേക്ക് ഒഴിച്ച് വയ്ക്കുന്നുള്ളൂ. നമ്മുടെ സോപ്പ് റെഡി. അപ്പോൾ എല്ലാവരും അറിയാത്തവർ ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ കൊടുക്കാം. അപ്പോൾ അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഞാനിത് മുകളിലേക്ക് ഒഴിക്കാൻ പോകണം കേട്ടോ. നമ്മുടെ സോപ്പ് മെൽറ്റ് ചെയ്ത് എല്ലാം ശരിയാക്കി വെച്ചിട്ടില്ലേ നമ്മൾ, അത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ അത് പുറത്തൊക്കെ പോകാണ്ട് നല്ല വൃത്തിയിൽ എല്ലാവരും ഒഴിച്ചു കൊടുക്കുക. പതിയും കാര്യങ്ങളൊക്കെ വരും. അത് കളയാനായിട്ട് നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ ഉണ്ടെങ്കിൽ അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ടീസ്പൂൺ വെച്ചിട്ട് എടുത്ത് കളയാം. നമ്മളത് ചെയ്യുന്നില്ല കേട്ടോ. നമ്മളിത് ഇങ്ങനെ തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ഉണ്ടാ. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നല്ല ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത് പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ചൂടുണ്ടാവും, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഒഴിക്കുമ്പോൾ കൈ പൊള്ളാണ്ടൊക്കെ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ 6 സോപ്പ് നമുക്ക് അടിപൊളി സോപ്പ് കിട്ടിയിട്ടുണ്ട്. 6 സോപ്പ് 100 ഗ്രാമിൻ്റെ സോപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. ഇത് ഏകദേശം ഒരു 3 മണിക്കൂർ കൊണ്ട് ഇത് സെറ്റായി കിട്ടും. അപ്പോൾ ഇത് സെറ്റായി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ഉള്ള സമയങ്ങളായതുകൊണ്ട് ഇത് പെട്ടെന്ന് പാക്ക് ചെയ്ത് വയ്ക്കുക. അല്ലെങ്കിൽ എന്താ കാരണം എന്ന് വെച്ചാൽ ചെറിയൊരു ഈർപ്പം വരും ഈ സോപ്പിൽ. ഗ്ലിസറിൻ്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ട് ഈർപ്പം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഒരു 3 മണിക്കൂറിന് ശേഷം സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോൾഡിൽ നിന്ന് എടുത്ത് നമ്മുടെ ക്ലിങ് ഡ്രോപ്പ് വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞ് സെറ്റാക്കി വെക്കുക കേട്ടോ. അപ്പോൾ പിന്നെ പ്രശ്നങ്ങൾ വരില്ല. അപ്പോൾ ഞാനിത് ഒരു 3 മണിക്കൂറിന് ശേഷം ബാക്കി കാണിച്ചു തരാം. ഇത് മോൾഡിൽ നിന്ന് എടുക്കുന്നത് കാണിച്ചു തരാം. സോപ്പ് എങ്ങനെ ഉണ്ടെന്നുള്ളതും ഒക്കെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കാം. അതായത് സോപ്പ് ബേസ്, ജെല്ലുകൾ, ഷാമ്പു ബേസ് അതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ പെർഫ്യൂമുകളായാലും കളറുകളായാലും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കാം. കൊറിയർ വഴിയാണ് നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിതൊരു സെറ്റായതിനു ശേഷം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സോപ്പൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ മോൾഡിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. നല്ല അടിപൊളി സോപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ആരും മിസ് ചെയ്യരുത്. വളരെ എളുപ്പത്തിൽ സിമ്പിളായി സോപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. അപ്പോൾ സോപ്പ് ഉണ്ടാക്കുക. അപ്പോൾ ഞാനിതെല്ലാം എടുത്ത് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പെല്ലാം എടുത്ത് മോൾഡിൽ നിന്ന് എടുത്ത് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണിത്. നല്ല അടിപൊളി സോപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഭവമാണ് സോപ്പ്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ നമുക്ക് സോപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്.
അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ കൊടുക്കാം, കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് വഴി അല്ലെങ്കിൽ കോൾ ചെയ്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ എന്നും പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് പ്രത്യേകം പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.